പൊന്നാനി മണ്ഡലത്തിൽ 1,68,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പൊന്നാനി മണ്ഡലത്തിൽ 1,68,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മാറഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ലാബിന്റെ പുതിയ കെട്ടിടവും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടവും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. രോഗീ സൗഹൃദ അന്തരീക്ഷമാണ് ആശുപത്രികളിൽ ഉണ്ടാവേണ്ടതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിന് സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിവാര്യമാണ്. സംസ്ഥാനത്തെ ലാബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ നിർണയ എന്ന പേരിൽ സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹബ് ലാബിൽ സ്ഥിരം ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2023 CHCയെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് 35 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിരുന്നു. ഇതുപയോഗിച്ചാണ് ഹബ് ലാബിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഫിനാൻസ് ഗ്രാന്റ് ഫണ്ട് 27.57 ലക്ഷം രൂപ ഉപയോഗിച്ച് ലാബിലേക്ക് ആവശ്യമായ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുകയും ലാബിന്റെ ഇന്റീരിയർ വർക്കുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഹബ് ലാബ് ആരംഭിക്കുന്നതിന് മുൻപ് 16 ലാബ് ടെസ്റ്റുകൾ മാത്രം ലഭ്യമായിരുന്ന ലാബിൽ നിലവിൽ 65 ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. കൂടാതെ മാസത്തിൽ 360 രോഗികൾക്ക് 967 ടെസ്റ്റുകൾ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മാസത്തിൽ 1500 രോഗികൾക്ക് 8500ഓളം ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും. കാലത്ത് 8 മണി മുതൽ ലാബ് സൗകര്യം ലഭ്യമാണ്. ഹെൽത്ത് ഗ്രാന്റ് 42.17 ലക്ഷം രൂപ ഉപയോഗിച്ച് ഹബ് ലാബിന് മുകളിൽ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2025 സംസ്ഥാന കായകൽപ്പ കമൻഡേഷൻ അവാർഡും CHCയെ തേടിയെത്തിയിരുന്നു. മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിട നിർമ്മാണത്തിനായി വിവിധ ഫണ്ടുകൾ വകയിരുത്തിയ 66.82 ലക്ഷം രൂപയാണ് ഉപയോഗപ്പെടുത്തിയത്. കൂടാതെ ഇതേ വേദിയിൽ വെച്ച് തന്നെ പാലപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കോടത്തൂർ ജനകീയാരോഗ്യ കേന്ദ്രം, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള 7 ലക്ഷം രൂപ NHM ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പാലപ്പെട്ടി ജനകീയാരോഗ്യ കേന്ദ്രം, പൊന്നാനി നഗരസഭയുടെ എഴുവത്തിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള NHM ഫണ്ട് 7 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തികൾ നടത്തിയ ഈശ്വരമംഗലം ജനകീയ ആരോഗ്യ കേന്ദ്രം, നന്നമുക്ക് പഞ്ചായത്തിന് കീഴിലുള്ള NHM ഫണ്ട് 7 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തിയ ചേലക്കടവ് ജനകീയാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം ഓൺലൈനായും മന്ത്രി നിർവഹിച്ചു. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മാത്രം 1,68,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ MLA P നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു സ്വാഗതം പറഞ്ഞു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, മാറഞ്ചേരി FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര ഉണ്ണികൃഷ്ണൻ, മാറഞ്ചേരി BFHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ഹാഫിസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ TR അനൂപ്, വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നാണ് ഇവിടെ ഡോക്ടർ ഉണ്ട്, നമ്മൾ ഇനിയും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്കിൽ ലാബിലേക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ വേണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞത് ഈ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ്, ഒരു സംശയവും വേണ്ട. 10,000 കോടി രൂപയാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിൽ കിഫ്ബിയിലൂടെ മാത്രം അനുവദിച്ചു. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ അതുകൂടാതെ പ്ലാൻ ഫണ്ടിലൂടെ നമ്മൾ അനുവദിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ. നമ്മുടെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല, ഒറ്റപ്പെടാൻ പാടില്ല. എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളും ചികിത്സ തേടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം വളരെ തുടരെ ആരോഗ്യവകുപ്പിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ആളുകൾ മുന്നോട്ട് വന്ന് സ്വന്തം അനുഭവം എഴുതുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ഈ പരിപാടിയിൽ ഒരു ഉത്സവമായി കണ്ടുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോഗ്യ മേഖലയ്ക്കകത്ത് ഒരുപാട് കുതിപ്പുണ്ടാക്കിയിട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞ 9 വർഷക്കാലം. അതിന്റെ കണക്കൊന്നും ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധേയമായ എണ്ണി പറയാൻ കഴിയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി അസംബ്ലി മണ്ഡലം. ആ മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് തുടർന്നും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള സദസ്സിലുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ എന്ന സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായില്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.